ഇപ്പൊ മുതലായിട്ടില്ല കേട്ടോ. പടം മൊത്തം കിടന്ന് ഉറങ്ങിയവരല്ല. നിവിൻ പോളി ഒരു ബാക്കാണ്. ഇഷ്ടായില്ല, എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രതീക്ഷിച്ചത്ര നന്നായില്ല. ഫസ്റ്റ് ഹാഫ് അത്ര നന്നായിരുന്നില്ല, പക്ഷെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും കൊള്ളാം. അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയൊരു വൗ ഫാക്ടർ ഒന്നും ഇല്ല പടത്തിൽ. നല്ല മൂവി, കാണണ്ടേനെ. നല്ല മൂവി അടിപൊളി. ഭയങ്കര കോമഡി ആയിരുന്നു. കാണേണ്ടത്, കഥ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ആക്ച്വലി എന്താണ് ഇന്നലത്തെ സിനിമ കാണാൻ വന്നപ്പോൾ തന്നെ ഷാരിഖ് മുഹമ്മദിന്റെ സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു പ്രൊപ്പഗാൻഡ ആണെന്നുള്ളൊരു ആദ്യം തന്നെ എനിക്ക് അറിയാമായിരുന്നു. മീൻസ് കാണുമ്പോൾ തന്നെ മുമ്പുള്ള ജനഗണമനയായിരുന്നാലും അറിയാമോ. ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ആ ഒരു പ്രൊപ്പഗാൻഡ രീതിയിലും കുറച്ച് ക്രിഞ്ചൊക്കെ ആയിട്ട് പോയി. സെക്കൻഡ് ഹാഫ് ഇടയ്ക്ക് പിക്കായിട്ട് വന്ന് പിന്നെ രീതിയിൽ എന്തോന്നാണ് ഗൂസ്ബം പഠിച്ച് കയറ്റാൻ നോക്കിയതൊക്കെ ക്രിഞ്ച് ഫസ്റ്റ് ആയിരുന്നു. രസമുണ്ട്, കാണാൻ, കണ്ടിരിക്കാം പ്രാവശ്യം. വൺ ടൈം വാച്ച്. മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് റിലീജിയസ് കോൺഫ്ലിക്ട്സ് നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റി വെക്കാൻ ഭയങ്കര റെലവൻസ് ഉണ്ട് ആ മൂവിക്ക്. എന്റർടൈൻമെന്റ് പ്രതീക്ഷ ഇല്ല. പടം പോളി ധ്യാനിന്റെ അഭിനയ വൈസ് പെർഫോമൻസ് വൈസും അത്ര പോരാ. മൊത്തത്തില് ഓക്കെ അല്ല. സാറ്റിസ്ഫാക്ഷൻ. നല്ല പടം, നിവിൻ പോളിന്റെ നല്ല പടം, കുഴപ്പമില്ല, കൊള്ളാം. റിലീജിയസ് സംഭവം ഒക്കെ ആയിട്ട് വരുന്നത്. ഡയറക്ഷൻ ആയാലും ഇപ്പൊ ഡിജോ ജോസിന്റെ പടം ആയതുകൊണ്ട് നമുക്ക് നല്ല പ്രതീക്ഷയുണ്ടാവും. അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. മലയാളികൾ എന്ന രീതിയിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എടുത്ത ഒരു പടമാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പടം. സംബന്ധിച്ച് തിരിച്ചു വരാം. എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ എന്നേ ഉള്ളൂ. കുഴപ്പമില്ല എന്നേ ഉള്ളൂ. ബട്ട് ഓക്കെ പടം, അത്രേ ഉള്ളൂ. ആവറേജ് മൂവി, കുഴപ്പമില്ല. നമുക്ക് വൺ ടൈം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അത്ര ബോറൊന്നും അല്ല, കുഴപ്പമില്ലാത്തൊരു മൂവി. ഒരു ആവറേജ് വെഞ്ചർ അത്രേ പറയാൻ പറ്റത്തുള്ളൂ പടത്തിനെ പറ്റി. ഇത് പറയത്തക്കെന്ന് വെച്ചാല് അതിൻ്റെതായ മൊമെന്റ്സ് ഉണ്ട്. ചില പോർഷൻസ് ഒക്കെ നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഡിജോ ജോസിന്റെ കഴിഞ്ഞ മൂവി വെച്ച് നോക്കുവാണെങ്കിൽ ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല. കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റും. കണ്ടിരിക്കാം, നല്ല അഭിപ്രായം, നല്ല പടമാണ്. നമ്മൾ എക്സ്പെക്ടേഷൻ കോമഡി പടമായിട്ടാണ് വന്നത്. പക്ഷെ നമുക്ക് തലേദിവസം ട്രെയിലറിൽ മനസ്സിലായി പടം സീരിയസ് ആണ്. പക്ഷെ നമ്മൾക്ക് ഉൾക്കൊള്ളാനുള്ള ടൈം കുറച്ച് ഡിലേ എടുക്കും. പടം കുഴപ്പമില്ല. ഉറപ്പായും ലിജോ പടം എപ്പോഴും അങ്ങനെയാണല്ലോ. നിവിൻ്റെ പെർഫോമൻസാണ്, ഓവറോൾ പെർഫോമൻസ് ഹെവിയാണ്. നിവിൻ്റെ തിരിച്ചു വരവാണ്. പഴയ പടത്തിൽ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടില്ലേ, ആ നിവിനല്ല, കുറച്ചും കൂടി ഒരു ഗ്രാമീണ സീരിയസ് റോളാണ് നിവിൻ. കാണണമെന്നുണ്ട്. നല്ലൊരു ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ നല്ലൊരു പ്രൗഡ് മൊമെന്റ് ആണ് കാണാൻ. ഒരു മസ്റ്റ് വാച്ച് ഐറ്റം ആണ്. ലാസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നല്ലൊരു പടമാണ്. എന്താ പറയുക, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു പടമാണ്. പിന്നെ ഇതിൽ പ്രഡിക്റ്റബിൾ ആണ്, മിക്കതും പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ നമ്മളത് കാണുന്നതനുസരിച്ചിരിക്കും. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒന്നും കൂടെ കാണണമെന്നുണ്ട്. കൊള്ളാം, ഫാമിലി ആയിട്ട് കാണാൻ കൊള്ളാം. പിന്നെ നിവിൻ്റെ കംബാക്ക് ഉണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു ഫാമിലി എൻ്റർടൈനർ, കോമഡി ഉണ്ട്, പൊളിറ്റിക്സ് ആണ് മെയിനായിട്ട്. എല്ലാവരെയും കാണാം. ജനഗണമന എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ഡയലോഗും തീപ്പൊരിയാണ്. എനിക്കൊക്കെ കണ്ടപ്പോൾ ഒരു റൊമാൻസിഫിക്കേഷൻ വന്നിരുന്നു. അതുപോലെയല്ല, ബട്ട് ഇതൊരു ഫീൽ ഗുഡ്, മറ്റൊരു ജനറലാണ് പിടിച്ചിരിക്കുന്ന പടം. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ബട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കണ്ടിരിക്കാവുന്ന ഫാമിലിയായിട്ട് തിയേറ്ററിൽ വന്ന് തന്നെ കണ്ടാൽ റിവ്യൂ ഞാൻ ജസ്റ്റ് സിനിമ കണ്ടപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് നോക്കി. പല റിവ്യൂസ് ആവറേജ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയില്ല, ബട്ട് ഫോർ മീ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചേ ഉള്ളൂ, അങ്ങനത്തെ ഫയർ ബ്രാൻഡ് ലെങ്തി ഡയലോഗ്സ് ഒന്നുമില്ല. ബട്ട് ചില കൊള്ളാം. ഒരു സാറ്റയറാണ്, ഒരു പൊളിറ്റിക്കൽ സാറ്റയർ എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ ആ സാറ്റയറാണ്. അപ്പോൾ ചിലപ്പോൾ ഡയലോഗ് പറയുന്നത് നെഗറ്റീവ് ഡയലോഗ്സ് ആയിരിക്കും, അതിനും ഇന്നർ മീനിങ് ഉണ്ടാവും. ചിലപ്പോൾ സെൽഫ് ട്രോള് അല്ലെങ്കിൽ ആ ഒരു രീതി. കുഴപ്പമില്ല. വിളിക്കണം.